ഏതോ ചെറുക്കനെ ഇഷ്ടമെന്ന് സ്വന്തം ചേട്ടന്റെ മുഖത്ത് പറയാൻ നിനക്ക് എങ്ങനെ തരുമെന്ന് ചോദിച്ചിട്ടല്ലേ പറഞ്ഞേ? അറിയണമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചേ? അറിയിച്ചു തരാടി, നിന്നെ ഞാൻ അറിയിച്ചു തരാം. അച്ഛൻ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ, അവന്റെ 2 കാല് ഞാൻ തല്ലി ഓടിക്കും. നീ കോളേജിൽ പോട്ടെ, കോപ്പിലും പോണ്ട. അയ്യേ, താനെന്തൊരു മാതിരി അനിയത്തിപ്രാവിലെ ചേട്ടൻ കളിക്കുന്നത്? ആ കാലമൊക്കെ പോയി മോനെ, കഷ്ടം. വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മുടെ രാജച്ചാന്റെ മോള് ഡയാനയായിട്ട് മോൻ എന്താ ബന്ധം? ഏത് ഇലിയാന? ഇലിയാന അല്ല കുട്ടാ, ഡയാന. അവള് പറഞ്ഞു ചേട്ടൻ എപ്പോ നോക്കിയാലും അവളുടെ പുറകെ നടക്കുന്നത്. അത് ഈ പെമ്പിള്ളേരുടെ രീതിയാ. കാണാൻ കൊള്ളാവുന്ന ചെറുക്കനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഫ്രണ്ട് കയറി നടക്കും. അതാകുമ്പോൾ നാട്ടുമുഴുവൻ പറഞ്ഞു വരത്തല്ലോ, അവൻ എന്റെ പുറകെ നടക്കുവന്നു. ഇതൊരു വെരി ബാഡ് തോട്ടാണ്, ബാഡ് തോട്ട് ആണല്ലേ? അതെ, അവക്ക് ചേട്ടൻ അയച്ച കുറച്ച് മെസ്സേജസിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മുടെ പേരുകൾ ഫ്ലെയിംസ് വെച്ച് നോക്കി എല്ലാണ് വന്നിരിക്കുന്നത്. എൽ ഫോർ ലിവിങ് ടുഗദർ. ഈ എൽ എപ്പോ തൊട്ടാ ചേട്ടാ ലിവിങ് ടുഗദർ ആയത്? ഇതെന്റെ കേശവരല്ല, എന്റെ കേശവരല്ല. വാട്സാപ്പിലോ? എന്നാ ഇത് ആയിരിക്കും. ആണോ? ആയിക്കോട്ടെ, അച്ഛനിപ്പോ വരുമെന്നല്ലേ പറഞ്ഞേ? അച്ഛൻ തീരുമാനിക്കട്ടെ കേട്ടോ. ഏതായാലും നമ്മുടെ അച്ഛൻ ആന്ന് മോൻ പറയത്തില്ലല്ലോ.